കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ നോമസ്കന്ധത്തിൽ സോമവംശ പരമ്പര പാരായണം വരികൾ സഹിതം തുടരുന്നു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ശ്രീ ലളിതാംബികായേ നമ. ചിത്രകേതുവും മൃഗൽബലനും കംസതന്നിൽ ഉത്തമൻ ദേവഭാഗൻ തനിക്കുമുണ്ടായി വന്നു. പിന്നയ കംസവതി തന്നിലും ദേവശ്രവാനന്ദനൻ സുവീരനുമിഷുമാനെന്നവനും ആനകന്നതപുരുജിത്തെന്നും സത്യജിത്തും കങ്കയിലുണ്ടായി വന്നു രണ്ടുപേർ തനയന്മാർ. ഉത്തമൻ സൃഞ്ജയനും രാഷ്ട്രഭാര്യയിലുണ്ടായി പുത്രന്മാർ ദുർമർഷണ വൃക്ഷമുഖ്യന്മാർ ചിലർ. ശ്യാമകനദ ശൂരഭൂമിയിൽ നന്ദനന്മാർ. കോമളൻ ഹിരണ്യാജ്ഞൻ ഹരികേശനുമുണ്ടായി. അപ്സരസാകം മിശ്രകേശ്യയിൽ വത്സകനും ഉൽപാദിപ്പിച്ചു മൃഗാദികളാം തനയരേ. മൃഗനു ദുർവാക്ഷിയാം ജായയിലുണ്ടായി വന്നു സുതന്മാർ തക്ഷശാല പുഷ്കലാദികളെല്ലാം. ശമീകതനയന്മാർ സുമിത്രപാലാദികൾ കങ്കജർ കർണികയിൽ ഇർധധാമാജയന്മാർ. ആനകദുന്ദുബിക്കു രോഹിണിതാനും ഭദ്രദേവകി മതിരയുമിളയും രോചനയും. പിന്നെ പൗരവിയെന്നും ഭാര്യമാരുണ്ടായി വന്നു. സുന്ദരീ രോഹിണിതൻ നന്ദനന്മാരെ ചൊല്ലാം. ബലദേവനും ഗദൻ സാരണൻ ദുർമദനും ബലവാൻ വിപുലനും ധ്രുവനും കൃതന്താനം പൗരവി പുത്രരല്ലോ. സുഭദ്രൻ ഭദ്രവാഹൻ ശൂരനാം ദുർമദനും ഭദ്രനുമിവരെല്ലാം. നന്ദനുമുപനന്ദൻ കൃതകശൂരാദികൾ. നന്ദനന്മാരുമുണ്ടായി വന്നിതു മധുരയ്ക്കും. നന്ദനൻ കൗസല്യയ്ക്കു കേശിയെന്നവനല്ലോ. നന്ദനർഹേമാങ്കതകസ്താതിരോചനയ്ക്കും പുത്രന്മാരിളയ്ക്കുരുവൽക്കാദിയുണ്ടായി വന്നു. പുത്രന്മാരിളയ്ക്കുരുവൽക്കാദിയുണ്ടായി വന്നു. പുത്രനും ധൃതദേവയ്ക്കുണ്ടായി വിഭൃഷ്ടാഗ്യൻ. കൽപ്പവർഷാദികളും ഉപദേവയ്ക്കുണ്ടായി
പിൽപ്പാടു ശാന്തി ദേവപുത്രന്മാർ ശ്രമാദികൾ പിന്നെയും ശ്രീദേവിക്കു വസുവും ഹംസൻ താനും സുന്ദരൻ സുവംശാദിപുത്രന്മാരാറുണ്ടല്ലോ. സുന്ദരിയാകം ദേവരക്ഷിതാതനിക്കുണ്ടു നന്ദനന്മാരം ചാരുഗതനാദികളല്ലോ. പുരുവാദികൾ 8 പുത്രന്മാർ ശ്രേഷ്ഠന്മാരായി പരിചിൽ സഹദേവതനിക്കുമുണ്ടായി വന്നു. ഉത്തമൻ വസുദേവൻ ദേവകിതന്നിൽ പിന്നെ പുത്രന്മാർ 8 പേരെ തൽക്കാല ജനിപ്പിച്ചാൻ. കീർത്തിമാൻ സുഷേണനം ഭദ്രസേനാഗ്യന്താനം ഉത്തമനാകം ഋജോഭിന്നയസമ്മർദ്ദനൻ ഭദ്രനും സംഘർഷണദേവനുമെട്ടാമവൻ രുദ്രപത്മാസനാദിവന്ദ്യനാം കൃഷ്ണന്താനും. പിന്നെയാ ദേവകിക്കു കന്യകാ സുഭദ്രയും നിന്നുടെ പിതാമകിയായതും അവളല്ലോ. എന്നെന്നു ധർമ്മം കുറഞ്ഞ അധർമ്മം വർദ്ധിക്കുന്നതന്നു നാരായണൻ വന്നവതരിച്ചിടും. എന്നെന്നു ധർമ്മം കുറഞ്ഞ അധർമ്മം വർദ്ധിക്കുന്നതന്നു നാരായണൻ വന്നവതരിച്ചിടും. ദേവദേവനാം ഹരിതൻ അവതാരത്തിനു കേവലമിവ തന്നെ കാരണം, മറ്റൊന്നില്ല. യാതൊരു കൃഷ്ണൻ തൻ്റെ മായയാ ജന്മാദികൾ യാതൊരുത്തനുമുണ്ടായി വരുന്നതറിഞ്ഞാലും യാതൊരു കൃഷ്ണൻ തൻ്റെ കാരുണ്യമുണ്ടാകുമ്പോൾ യാതൊരുത്തനും ജന്മവിച്ഛേദം ഭവിച്ചിടും. അസുരനിർഭജനം ഭുവനം നിറകയാൽ വസുദേവാത്മജനായി പിറന്നു നാരായണൻ. നിർമ്മലനായ ശേഷൻ തന്നോടുമൊത്തു ദിവ്യകർമ്മങ്ങൾ ചെയ്തതെല്ലാം എങ്ങനെ ചൊല്ലിയിടുന്നു. ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുവാനായിക്കൊണ്ട് ഭക്തവത്സലൻ അവതരിച്ചു ഭൂമി തന്നിൽ. ദേവതമാർക്കു പോലും അസാധ്യമായ കർമ്മം കേവലം ചെയ്തു കീർത്തി നീളവേ പരത്തിനാൻ. കൃഷ്ണകീർത്തികൾ ഗാനം ചെയ്യുന്ന ജനത്തിനു കൃഷ്ണകീർത്തികൾ ഗാനം ചെയ്യുന്ന ജനത്തിന് തൃഷ്ണയും വിട്ടുമുക്തി കൈവരും നിസ്സംശയം. യാതൊരു കൃഷ്ണൻ തൻ്റെ സുന്ദരവദനവും ചേതോ മോഹന മകരാകൃതി കുണ്ഡലവും കണ്ടു കണ്ടാനന്ദിച്ച നാരിമാർ നരന്മാർക്കും ഉണ്ടായിലൊരു നാളം തൃപ്തി എന്നല്ലോ കേൾപ്പൂ. യാദവകുലേ പിറന്നമ്പാടി തന്നിൽ ചെന്നു മോദേന വാണു ശത്രു സംഹാരം ചെയ്തു. പിന്നെ സുന്ദരിമാരിൽ ബഹുപുത്രരെ ജനിപ്പിച്ചു. തന്നെ യശസ്സവനീതലേ നിറച്ചുടൻ ഭൂമി ഭാരത്തെ തീർപ്പാൻ തങ്ങളിൽ തന്നെ വൈരം ഭൂമീശന്മാർക്കു വളർത്തൊക്കെയും നശിപ്പിച്ചു. ശക്രപുത്രനു യശസ്സുണ്ടാക്കി നിജപദഭക്തനാമുദ്ധവർക്കായി ജ്ഞാനോപദേശം ചെയ്തു. രാമനുമൊരുമിച്ചു വൈകുണ്ഠലോകം ബുക്ക കോമളമൂർത്തിയായ
കൃഷ്ണനു നമസ്കാരം. ശക്രപുത്രനു യശസ്സുണ്ടാക്കി നിജപദഭക്തനാമുദ്ധവർക്കായി ജ്ഞാനോപദേശം ചെയ്തു. രാമനുമൊരുമിച്ചു വൈകുണ്ഠലോകം ബുക്ക കോമളമൂർത്തിയായ കൃഷ്ണനു നമസ്കാരം. ഇത് ശ്രീമഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ നവമസ്കന്ധ സമാപ്തഃ. നമസ്തേ. അടുത്ത ഭാഗം ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്വാദ്യകരമായ ദശമസ്കന്ധം ശ്രീകൃഷ്ണാവതാരം തുടരും നാളെ. നമസ്തേ.